റേറ്റ് വരുന്നത് ഇതൊക്കെ 550 രൂപ അല്ലേ? പെരുമ്പാവൂർ गांधी मार्केट बूंदी बूंदी क्या है? बूंदी മിഠായി ഐറ്റം लंचा ലഞ്ച ലൈവായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മേടിച്ച് കഴിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? നമ്മുടെ പെരുമ്പാവൂരിലാട്ടോ ലൈവായിട്ട് ഇപ്പൊക്കെ ചെറിയ വിലക്ക് കൊടുക്കുന്ന കടകൾ. നമ്മുടെ പാനിപ്പൂരി കട തിരക്ക് നോക്കി. ഈ പോകുന്ന ആൾക്കാരിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. 80 രൂപയുള്ളൂ. 80 രൂപ ഷർട്ടിന്. നല്ല കിടക്കാച്ചി വാച്ചുകൾ, സ്പീക്കറുകൾ ഒരു കടയുടെ ഫ്രണ്ടിലാട്ടോ ഈ കട. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് പെരുമ്പാവൂരിൻ്റെ അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്ക് എന്താ അവസ്ഥ കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമല്ല. ഐ മീൻ ഡ്രഗ്സ്, തുഫാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂരിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം. മലയാളികൾക്കല്ല ഇന്നത്തെ ദിവസം തിരക്ക്. ഇത് നമ്മുടെ കേരളം ഒരു ദുബായ് ആയിട്ട് കരുതുന്ന ആൾക്കാരുടെ ദിവസമാണ്. നിങ്ങൾ കണ്ടു നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, കുറച്ച് കാലങ്ങളായിട്ടോ ഞാനൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒടുവിൽ നമ്മൾ ഇന്ന് തുടക്കമാണ് ഈ വീഡിയോയുടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത്. എന്തൊക്കെ മെച്ചപ്പെടുത്തണം, അടുത്തായി എന്ത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ വേണ്ടി കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ഒരു സഹായിക്കും. പിന്നെ നിങ്ങളുടെ പിന്തുണയും നിർദ്ദേശങ്ങളും എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. പെരുമ്പാവൂരിലെ ഗാന്ധി ബസാറിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടെ പൊതുജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരിട്ട് ലഭിക്കുന്ന മത്സ്യ മാർക്കറ്റും ഇവിടുത്തെ കച്ചവട രീതികളും വിശദമായി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം പലരും കേട്ടിട്ടുള്ള പെരുമ്പാവൂരിൻ്റെ മറ്റൊരു മുഖം ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെയുള്ള തിരക്കേറിയ മാർക്കറ്റ്, ഇവിടുത്തെ ജീവിതം എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടാം. കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, എയർപോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവാണ്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, കൂടാതെ ലൈവായി തയ്യാറാക്കുന്ന പാനിപ്പൂരി, ജിലേബി തുടങ്ങിയ നിരവധി രുചികരമായ, നമുക്ക് കഴിക്കാൻ പറ്റില്ല, അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് കാണിച്ചു തരാം. പെരുമ്പാവൂരിലെ യഥാർത്ഥ മാർക്കറ്റ് ജീവിതം അടുത്തറിയാൻ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കണം. വീഡിയോയിൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിലൂടെ പങ്കുവെക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ പെരുമ്പാവൂരുകാരാണെങ്കിൽ അല്ലെങ്കിൽ പെരുമ്പാവൂരിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കമന്റിൽ അറിയിക്കും. നിങ്ങളുടെ ഓരോ അഭിപ്രായം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനി ഇതുപോലത്തെ പെരുമ്പാവൂരിനെ ചുറ്റിപ്പറ്റിയുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വ്ളോഗ് എടുത്ത് തയ്യാറാക്കി തരുന്നതായിരിക്കും. കാരണം നമ്മളും ഒരു പെരുമ്പാവൂർ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. പെരുമ്പാവൂർ ലൈവ് ഫിഷ് പരിപാടി, ലൈവ് ഫിഷ് ആട്ടോ ഭായിമാരെല്ലാം പെട്ടെന്നൊന്ന് മേടിക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മീനെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഗാന്ധി ബസാറാട്ടോ. എല്ലാവരും ഇങ്ങനെ പെരുമ്പാവൂരിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും വിലക്കുറച്ച് സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കുടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കുടകൾ വെച്ചിരിക്കുന്നു. മഴക്കാലമാണ്, കുട മേടിക്കേണ്ടവർക്ക് മേടിക്കാം. പിന്നെ ഇവിടെ പുതപ്പ്, പിന്നെ ഇന്നർ വെയർ, ചെറിയ മുണ്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഡ്രസ്സുകൾ വിലക്കുറച്ച് ഇവിടെ കൊടുക്കുന്നുണ്ടോ. ഷർട്ടുകൾ, ടീഷർട്ടുകൾ, മുണ്ട് എല്ലാം നിസ്സാരമുള്ള 200-100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പം നമ്മളിങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഇഷ്ടംപോലെ ഇതാട്ടോ. നമ്മുടെ നോക്ക്, നമ്മുടെ മഴ നനയാതിരിക്കാനുള്ള ഫോൺ, മഴ നനയാതെ സ്വിഗ്ഗിയൊക്കെ ഓടുന്നവർക്കും ട്രിപ്പൊക്കെ പോകുന്നവർക്കും ഉപയോഗിക്കും. പിന്നെ ക്യാപ്പ്, പിന്നെ ബെൽറ്റ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഭായിമാരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെയുണ്ട്. ചുമ്മാ ഒരു എയർപോർട്ടിൻ്റെ വില ചോദിക്കാം. എയർപോർട്ട് എന്നാ വില? ഇത് ഓജിയാണോ ബ്രോ? ഇത് ഒറിജിനലാണോ അതോ കോപ്പിയാണോ? കോപ്പിയാണല്ലേ. എന്നാ റേറ്റ് വരുന്നത് ഇതൊക്കെ? ഇതൊക്കെ ലാസ്റ്റ് എത്രയാവും? 550 രൂപ അല്ലേ? 550 രൂപ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ. അപ്പം നിങ്ങൾ എത്ര രൂപ ഉണ്ടോ? 550 രൂപയുടെ ബോട്ടിൻ്റെ കോപ്പിയാണ്, ഒറിജിനൽ അല്ല, കോപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സൈഡിൽ നിന്ന് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് മറ്റേ ചെറിയ TV ടൈപ്പ് സാധനങ്ങൾ, പിന്നെ വാച്ചുകൾ ഇഷ്ടംപോലെ.
വാച്ചുകൾ തരുന്നുണ്ട്, വാച്ചുകളുണ്ട്, പിന്നെ പേഴ്സ്, പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. മൾട്ടി പിന്നെ എയർപോഡുകൾ, കത്രിക, പിന്നെ 3 പിന്നെ കേബിളുകൾ, പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ ഹെൽമെറ്റിൻ്റെ ഐറ്റം, പിന്നെ അതുപോലെ മറ്റേ നമ്മുടെ മറ്റേ ഹെഡ്ഫോൺസ്, അതുപോലെ സ്പീക്കറുകൾ, മൈക്ക്, പിന്നെ നമ്മുടെ ഹീറ്റർ, ഡ്രമ്മർ, സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ LED ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും അടിച്ചു പോകത്തില്ല, കുറച്ചുകാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അകത്തേക്ക് കയറി പിന്നെ നമുക്കിത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ തന്നെ ഷോപ്പുകളാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കയ്യിൽ മുണ്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തുണികൾ, ഇന്നർ വെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വാച്ചുകൾ ധരിക്കുന്നുണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കോപ്പി ആയിരിക്കും, പക്ഷെ എന്നാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കിടക്കാച്ചി വാച്ചുകൾ, സ്പീക്കറുകൾ. ഒരു കടയുടെ ഫ്രണ്ടിലാട്ടോ, ഈ കടയുടെ ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ കണ്ട പോലെ ബെൽറ്റ്, സ്വിച്ച് ബോർഡുകൾ, അതുപോലെ എയർപോർട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇങ്ങനെയുണ്ട്. ഇവിടെ വേറെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തുണിയാട്ടോ, ട്രൗസേഴ്സ്, ടീഷർട്ടുകൾ, കനം കുറഞ്ഞ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ കർത്താവേ, ഇത് എന്തുകൂടാ ചെയ്തത്? എന്താ ആറാടുവാണല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ. ഭായ് മാർക്കറ്റ് का नाम क्या है? नाम मार्केट का नाम क्या है? പെരുമ്പാവൂര്. പെരുമ്പാവൂര് ഗാന്ധി മാർക്കറ്റ്. അതെ. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്താകും കേട്ടോ. അത് ഇവിടെ മുണ്ടുകൾ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് കയറുന്നത്. വെള്ള ഷർട്ടുകളുടെ ഒരു കൂമ്പാരം, പ്ലാസ്റ്റിക്കിൻ്റെ. അതെ, ലൈവ് എടുത്ത് ജിലേബി, ലൈവ് ജിലേബി കഴിക്കണം. ജിലേബിയാണോ? ജിലേബി ലൈവ് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ? ഇത് ജിലേബി മാത്രമല്ല കേട്ടോ. ജിലേബി ആൾക്കാനെ അവിടെ ജിലേബിയുടെ അന്യായ വൈബാട്ടോ. അതെ, ലൈവ് ജിലേബി. അതിവിടുന്ന് കിത്തനായ ജിലേബി ഉണ്ട്. പിന്നെ ഇതെന്ത് സാധനം? ഉള്ളിവട. പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ ബജ്ജികൾ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ നമ്മൾ മാർക്കി പോയിരുന്നു എന്തോ സെറ്റ്. എന്നാ സാധനമാവോ? ഇഷ്ടം പോലെ മധുരമുള്ള സാധനങ്ങൾ. ഒരു മധുരമുള്ള സാധനമുള്ള സാധനം. അമ്മ വീഡിയോ എടുക്കണം. പേരൊന്ന് പറയാം കേട്ടോ. അത് ആ എന്ന് വെച്ചാ മിഠായി. ഓ, ലഡുവിന്റെ ടേസ്റ്റ് പോലെ. ഇത് ലഞ്ച എന്ന് പറയുന്ന ഐറ്റം. ലഞ്ച നല്ല ടേസ്റ്റി. ഇത് ഇതെന്തോ ഐറ്റം?
ഇത് ലഞ്ചാടെ വേറെ വേറെ ക്വാളിറ്റി. ഓറഞ്ച് 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 ആണ്. ആ ഗുലാബ് ജാമുൻ നോർമല്. ഏതാ? രസഗുള ജിലേബി ദൂസറ ടൈപ്പ് ജിലേബി. ഓക്കെ ഓക്കെ. ഇത് ബജ്ജി എല്ലാം ബജ്ജി ടൈപ്പ് അല്ലേ? കത്രിക്ക ജിലേബി ലൈവ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടെ. റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണോ ജിലേബി? നോക്കി ഇഷ്ടം പോലെ നമ്മുടെ നമുക്ക് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ലൈവായിട്ടാട്ടോ. കളറ് ഒരു പ്രത്യേകം കളർ ലൈവായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് മേടിച്ച് കഴിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ? നല്ല ക്വാളിറ്റി അടിപൊളി ജിലേബി സ്വീറ്റ്. ഓ അടിപൊളി. ഇതാണ് നമ്മുടെ അടുത്ത കാഴ്ച. പഞ്ചസാര മാത്രമേ ഉള്ളൂ. അത് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടൂല്ലേ? सुपर क्वालिटी जलेबी। आपका नाम क्या है? नाम? My name is Babun Biswas, Babula. ओके बाबूला बाय बाय see you. അതെ ജിലേബി ഇടുന്നേ കൊണ്ടുണ്ട്. നമുക്കൊരു ജിലേബി ഇടുന്ന റൗണ്ട് കൂടെ കാണാം ഗൈസ്. ജിലേബി ഇട്ടു. നമ്മുടെ പെരുമ്പാവൂരിലാട്ടോ ലൈവായിട്ട് ബിരിയാണി സെറ്റ് ചെയ്ത്. പെരുമ്പാവൂർ മാർക്കറ്റില് ഓൺലി ഇതേ ഇവിടെ സാധനം കിട്ടും. ഒന്ന് ലൈവായിട്ട് കഴിക്കാം. ഗാന്ധി ബസാറിൽ അല്ലേ? ഗാന്ധി ബസാറിൽ വന്ന ലൈവായിട്ട് എല്ലാവർക്കും നമ്മുടെ ജിലേബി കഴിക്കാം. അടിപൊളിയായിട്ട് ലൈവ് ജിലേബി ഇവിടെ ഉണ്ടാക്കി. ആലു സ്വീറ്റ്സ്. അത് എവിടെ ഉണ്ട് കേട്ടോ ആലു സ്വീറ്റ്സ്. അവരുടെ കടയുടെ ഫ്രണ്ടിലേക്ക് അവർ കുറച്ചും കൂടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓ എത്ര രൂപയ്ക്ക് കച്ചവടം നടക്കും? ഏക്ക് ദിൻ കിतना ബിസിനസ്? ആ കസ്റ്റമേഴ്സ് ഉണ്ടോ? കസ്റ്റമേഴ്സ് ഉണ്ട്. ഞായറാഴ്ച ദിവസം സൺഡേ ഓക്കെയാ? എല്ലാ ആള് ഈ മാർക്കറ്റിൽ പറഞ്ഞത് സാധനം കഴിക്കുന്നത് പിന്നെ ഈ സാറ്റ് പാന്റ് മേടിക്കുന്നത് എല്ലാരും വരും. ആ ഓട്ടെ ഞാൻ ബാക്കി വീഡിയോ എടുക്കട്ടെ. ഏതായാലും കാണാം. ഓക്കെ ഇവിടെ ഇട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ട് നമുക്ക് വരിക. 80 രൂപ 80 രൂപ ഷർട്ടിന്. 80 രൂപയാണ് ഒരു ഷർട്ടിന്റെ റേറ്റ്. 80 റുപ്പീസ്. നല്ല നല്ല ഷർട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. യൂസ്ഡ് ആണോ? ന്യൂ ആ പുള്ളി ഇവിടെ കാം ചെയ്യുന്നതാണ്. അത് പണിയെടുക്കുന്ന ആളാട്ടോ. ബട്ട് 80 റുപ്പീസിൻ്റെയാണ് ഷർട്ട്. നല്ല ഷർട്ട്, കുഴപ്പമില്ലാത്ത ഷർട്ടുകളാട്ടോ. നോക്കൂ ഈ ഒരു റേറ്റ് ഒക്കെ ഉള്ളൂ ഇവിടെ കേട്ടോ. 80 രൂപ ഷർട്ടിന്. പിന്നെ എങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് കോടീശ്വരന്മാരെല്ലായിരിക്കും. നോക്ക് ഇവിടെ നമുക്ക് നമ്മുടെ വെള്ള ഷർട്ടുകളും പിന്നെ തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തുണിക്കടയുടെ മെയിൻ ഏരിയാസ് ഇതൊക്കെയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ തുണികളുണ്ട്. എല്ലാവരും കച്ചവടക്കാരാണ് എല്ലാവരും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ വിൽക്കുന്നുണ്ട്. ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഷർട്ട് കാര്യങ്ങളൊക്കെ നോക്കൂ ഗൈസ്.